ഹലോ, നമസ്കാരം. എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇനി ഞാൻ ഷെയർ ചെയ്യുന്നത് കുറച്ച് വ്യത്യസ്തമായ സ്വാദുള്ളൊരു ചമ്മന്തിയാണ്. ഇതിന് നമ്മൾ ഉപയോഗിക്കുന്നത് വഴുതനങ്ങയാണ്. വഴുതനങ്ങ ചുട്ടരച്ച ചമ്മന്തിയാണിത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾക്ക് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വഴുതനങ്ങ ഇതുപോലെ നല്ലപോലെ എല്ലാ ഭാഗവും ഒന്ന് പൊള്ളിച്ചെടുക്കണം. കനലിൽ ചുട്ടെടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇത് കുറച്ച് സമയം പിടിക്കും. വലിയ വഴുതനങ്ങ ആയതുകൊണ്ട് ചെറുതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൊള്ളിച്ചെടുക്കാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വെച്ച് തീ കൂട്ടിയും കുറച്ചുമൊക്കെ അതെല്ലാ ഭാഗവും നല്ലപോലെ പൊള്ളിച്ചെടുക്കണം. ഇത് ജസ്റ്റ് എല്ലാ ഭാഗവും പുറത്തിലെ തൊലി എല്ലാം ഒന്ന് കളറ് മാറി ഒന്ന് ചുരുങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ കത്തി വെച്ച് അവിടെ ഇവിടെയൊക്കെ കുത്തി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആ തീയുടെ ചൂട് കയറിയിട്ട് ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടും. അല്ലെങ്കിൽ നമ്മളുടെ വഴുതനങ്ങയുടെ ആ ഒരു പച്ചച്ചോവ നിൽക്കും. പിന്നെ അതിന് ഒരു വഴുവഴുപ്പുണ്ടല്ലോ, അതും ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വഴുതനങ്ങ ഓൾമോസ്റ്റ് നല്ലപോലെ തൊലിയെല്ലാം ചുരുങ്ങി എല്ലാ ഭാഗവും നല്ലതുപോലെ പൊള്ളി വന്നിട്ടുണ്ട്. വഴുതനങ്ങ നല്ലതുപോലെ എല്ലാ ഭാഗവും പൊള്ളി വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ സാധാ പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ തൊലിയൊക്കെ നമ്മൾ മാറ്റി കൊടുക്കണം. ഇപ്പം നല്ല ചൂടാണ്. ഒന്ന് തണുത്ത ശേഷം തൊലി പൊളിച്ചെടുത്താൽ മതി. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചമ്മന്തിക്ക് വേണ്ടി ഒരു സവാളയും കൂടി ഇതുപോലെ പൊള്ളിച്ചെടുക്കുകയാണ്. കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളിയാണ് കേട്ടോ നല്ലത്. ഈ മൊത്തം സവാള വേണ്ട, ഒരു 1/4 ഭാഗമൊക്കെ മതി സവാള. അപ്പോൾ ആ സവാളയും ഞാൻ നല്ലതുപോലെ പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. അതും നേരത്തെ പോലെ വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾക്ക് കുറച്ച് മുളക് ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഞാനൊരു 6 പിരിയൻ മുളക് ഒരു കമ്പിയിൽ കുത്തിയിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ റോസ്റ്റ് ചെയ്താലും മതി. ഇതിപ്പോൾ ആ ഒരു ചുട്ടെടുക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ മുളകെല്ലാം ഇങ്ങനെ കൈവച്ച് പിടിക്കുമ്പോൾ തന്നെ ഒടിഞ്ഞു വന്നൊരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഒടിച്ചൊരു പാത്രത്തിലേക്ക് ഇടുകയാണ്. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 6 പിരിയൻ മുളകാണ്. ഇതിന് വലിയ എരിവില്ല. അപ്പോൾ ഞാൻ അവസാനം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അതിന് താല്പര്യമില്ലെങ്കിൽ ഇങ്ങനെ പൊള്ളിക്കാൻ എടുക്കുമ്പോൾ തന്നെ കൂടുതൽ മുളക് എടുക്കുക. ഇത് തീരെ എരിവില്ലാത്ത മുളകാണ്, പക്ഷേ ആ ഒരു നല്ല ഒരു ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ ഞാൻ സവാള ഇതുമാതിരി പൊള്ളിച്ചെടുക്കുകയാണ്. ഞാൻ സവാളയുടെ ആ 2-3 പോർഷൻ മാത്രം പൊള്ളി വരുന്ന അത്രയും ഞാനത് പൊള്ളിച്ചെടുത്തിട്ടുള്ളൂ. കാരണം ഇത് അധികം ആവശ്യമില്ല. എൻ്റെ കയ്യിൽ കുഞ്ഞുള്ളി ഇല്ലാത്തതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ സവാള എടുക്കുന്നത്. കുഞ്ഞുള്ളി ആണെങ്കിൽ കുഞ്ഞുള്ളി തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ സവാളയും മുളകും എല്ലാം ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വഴുതനങ്ങയുടെ പുറത്ത് ഈ തൊലി മാറ്റിയെടുക്കുകയാണ്. നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് വഴുതനങ്ങ. അത് നല്ലപോലെ തന്നെ വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ നമ്മളുടെ ചമ്മന്തിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സിയിലോ അല്ലെങ്കിൽ നമ്മൾ ഉള്ളിയും മുളകൊക്കെ ഇടിക്കുന്ന കല്ലിലോ നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഞാൻ മുളകും സവാളയും വഴുതനങ്ങ എല്ലാം കൂടി നല്ലതുപോലെ ഇതുപോലത്തെ ഒരു ഉള്ളിയും മുളകൊക്കെ ചതയ്ക്കുന്ന കല്ലാണ്, അതിലിട്ട് നല്ലതുപോലെ ചതച്ചെടുക്കുകയാണ്. പിന്നെ ഇതിൽ വേണമെങ്കിൽ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ ഇതുപോലെ പൊള്ളിച്ചെടുത്തിട്ട് നമുക്ക് തേങ്ങയും കൂടി കൂട്ടിച്ചേർത്ത് അരയ്ക്കാവുന്നതാണ്. പക്ഷേ എനിക്ക് തേങ്ങ അരയ്ക്കുന്നതിനേലും ഇങ്ങനെ ചതച്ചെടുത്തിട്ട് പച്ചവെളിച്ചെണ്ണയും പുളിയും ചാലിക്കുന്നതാണ് ഇഷ്ടം. ഇത് നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തി. നമുക്ക് ചോറിനും അതുമാതിരി ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. നല്ലതുപോലെ ചതച്ചെടുക്കണം. സവാള ആയതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ചതഞ്ഞു കിട്ടാൻ. അപ്പോൾ ഞാൻ വഴുതനങ്ങയും എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ചതച്ചെടുക്കുവാണ്. മിക്സിയിലിടേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് ചതഞ്ഞ് കിട്ടും. അത്ര കൈവച്ച് തന്നെ ചതച്ചാൽ മതി. അങ്ങനെ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഈ മുളകിന് ഭയങ്കര എരിവ് കുറവാണ്, അതുകൊണ്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഒരു ചെറിയ കഷ്ണം പുളിയും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് ടേസ്റ്റിനനുസരിച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ കൈവച്ച് ഞെരടി കുഴച്ചെടുക്കുക. നമ്മൾ സാധാരണ ഉള്ളി ചമ്മന്തിയും കാന്താരി ചമ്മന്തിയൊക്കെ കുഴച്ചെടുക്കില്ലേ, അതുപോലെ നല്ലതുപോലെ ഞെരടി കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ ചുട്ടരച്ച വഴുതനങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ വഴുതനങ്ങ ആകുമ്പോൾ കുറേ പേരൊക്കെ കരുതും ഇതിന് ടേസ്റ്റ് ഇല്ലാന്ന്. പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ്.
അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.